നമസ്കാരം, ഇത് IBN മലയാളം. കോൺഗ്രസും ലീഗും ചേർന്ന് ഭരണമുണ്ടായാൽ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കും. അതുവഴി കേരളം ഭരിക്കുക ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകളായിരിക്കും. അണിയറയിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും തുടങ്ങി സമകാലീന ഇസ്ലാമിസ്റ്റ് സംഘടനകളും കേരളത്തിലെ മുസ്ലിം മുഖ്യമന്ത്രിക്ക് വേണ്ടി അരയും തലയ്ക്ക് മുറുക്കി രംഗത്തുണ്ട്. മുസ്ലിം ലീഗ് ഇത്തവണ UDF-ൽ നിന്നും ലക്ഷ്യമിടുന്നത് 30 സീറ്റുകളാണ്. അതും 100% ജയസാധ്യതയുള്ള സീറ്റുകൾ. കൂടാതെ മൈനോറിറ്റി കോട്ടയിൽ കോൺഗ്രസ് പാർട്ടിയിൽ 15 സീറ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും ഉറപ്പാക്കും. അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF-ലെ ഏറ്റവും വലിയ കക്ഷിയാവാമെന്ന് മുസ്ലിം ലീഗും ഇസ്ലാമിസ്റ്റ് കേന്ദ്രങ്ങളും കണക്ക് കൂട്ടുന്നു. ജനസംഖ്യയിലെ 30% എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തു കഴിഞ്ഞ സ്ഥിതിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായത്തിന് ഇനി മുഖ്യമന്ത്രി പദം വേണം. കാശ്മീർ കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ മുഖ്യമന്ത്രി സ്വപ്നം കാണാൻ കഴിയുന്ന ഏക സംസ്ഥാനമാണ് കേരളം. കാശ്മീരിൽ സ്ഥിതി അത്ര പന്തിയുമല്ല. കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നിയന്ത്രണത്തിലുള്ള വെറും ഒരു പാവഭരണം മാത്രമാണ് കാശ്മീരിലുള്ളത്. ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടാൻ പോയിട്ട് അനങ്ങാൻ പോലും പേടിയാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇസ്ലാമിസ്റ്റുകൾ കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയാൻ വരെ തയ്യാറാകുന്ന രാഷ്ട്രീയ ഗതികേടുള്ള മുന്നണിയാണ് UDF മുന്നണി. ഇനി ഒരു തുടർഭരണം UDF-നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിൽ മാത്രമാവും അതുണ്ടാകുക. മുസ്ലിം ലീഗിനും മൃഗീയ സ്വാധീനമുള്ള കോൺഗ്രസിനെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൈവിട്ട് കഴിഞ്ഞതും കോൺഗ്രസിന് തിരിച്ചടിയാണ്. ഭീകരവാദ റിക്രൂട്ട്മെന്റും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ തഴച്ചു വളരുന്ന, മറ്റുള്ളവർക്ക് അവിലും മലരും കുന്തിരിക്കവും ഒക്കെ കഴുതി വെക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റിക് കിനാശേരി, അതിനുവേണ്ടി പണിയെടുക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ സ്വപ്നം 2026-ൽ പൂവണിയാൻ പോകുന്ന സന്തോഷത്തിലാണ് കേരളത്തിലെ ലീഗും ലീഗിന്റെ ബുദ്ധി കേന്ദ്രങ്ങളും. മലപ്പുറത്ത് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിലടക്കം ഹമാസ് തീവ്രവാദി നേതാവിനെ അടക്കം പങ്കെടുപ്പിച്ചത് അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ആഗോള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സുരക്ഷിത ലാവണമായി കേരളം മാറുന്ന കാഴ്ചയായിരുന്നു അത്. കുഞ്ഞു കുട്ടികളുടെ മനസ്സിലടക്കം വർഗീയതയുടെ വിത്തുപാകിയ SDP-യെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് ഉള്ള നാടാണ് കേരളം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിപ്പിക്കാൻ കോൺഗ്രസിനേക്കാൾ വിയർപ്പൊഴുക്കിയത് SDP-യും ജമാഅത്തെ ഇസ്ലാമിയുമായിരുന്നു. 2026-ൽ നടക്കുന്ന ഇലക്ഷന്റെ ഒരു പരീക്ഷണശാല തന്നെയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. അതിലവർ വിജയിച്ചിരിക്കുന്നു. VD സതീശനെ ചതുർത്ഥിയായ PV അൻവർ പിണറായിക്ക് പണി കൊടുക്കാൻ UDF-ൽ ചേരാൻ പോയപ്പോൾ പോലും കണ്ടത് കോൺഗ്രസ് നേതാക്കളെയല്ല. സന്ദീപ് വാര്യരും കണ്ടത് കോൺഗ്രസ്സുകാരെയല്ല. പാണക്കാടാണ് അവർ പോയത്. കണ്ടത് പാണക്കാട് ശിഹാബ് തങ്ങളെയും. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകും ലീഗിന്റെ ശക്തി. അതായത് കോൺഗ്രസിനെ ഭരിക്കുന്നത് ലീഗ് എന്നർത്ഥം. ലീഗ് മുഖ്യമന്ത്രി ഉണ്ടായാൽ വരാൻ പോകുന്നതോ ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടവും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം 2026 മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിക്കായി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.